നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം കല്ലാട്ടുമുക്കിന് സമീപമാണ്. കല്ലാട്ടുമുക്ക് ജംഗ്ഷനിൽ ഗ്രാൻഡ് ബേക്കേഴ്സിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ ഏകദേശം 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. റൈറ്റ് സൈഡിലായിട്ട് ഈ വീട് നോക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ടോട്ടലായിട്ട് 10.9 സെൻസിൽ 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച 4 ബെഡ്റൂം വീടാണ്. നമുക്കിതിനകത്ത് പൂർണ്ണമായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് വീടുള്ളത് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ സാധനവും പൂർണ്ണമായിട്ടും മാറ്റി വയറിങ്ങും പ്ലംബിങ്ങും എല്ലാ യൂണിറ്റും മാറ്റി നല്ല നീറ്റാക്കി റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ ഇവിടെ നല്ല നീറ്റായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് മുറ്റത്ത് ഒത്തിരിയധികം കിട്ടുന്നുണ്ട്. 4 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമ്മുടെ മുൻവശത്തുണ്ട് കേട്ടോ. ആ രീതിയിലാണ് മുൻവശം കാണാനുള്ളത്. നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. കയറി വരുമ്പോൾ എന്താ ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇതുപോലെയാണ് നമ്മുടെ വാതിലെല്ലാം വരുന്നത്. എല്ലാം തന്നെ പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ്. ഇവിടെ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. നോക്കിയേ, നല്ല രസമല്ലേ ഇതിനകത്തുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലേക്ക് വരുമ്പോൾ ഒത്തിരി അധികം സ്റ്റോറേജ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് ഏരിയ കാണാം. നമുക്കിതിൻ്റെ ഈ പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും എല്ലാം തന്നെ പുത്തൻ കണ്ടീഷനിൽ റെനോവേറ്റ് ചെയ്തിട്ടാണുള്ളത്. നമുക്ക് ഈ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കാണാൻ സാധിക്കും. നമുക്ക് കിച്ചണിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ വർക്ക് ഏരിയ വരും. ഇവിടെ നമ്മുടെ അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡും കിട്ടുന്നുണ്ട്. പുറത്തായിട്ട് നമുക്ക് സ്റ്റാഫിനൊക്കെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റൂം, ടോയ്ലറ്റ് സൗകര്യം, ഇവിടെ ഒരു ബാത്റൂം, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡും നമ്മുടെ പ്രോപ്പർട്ടിക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് കേട്ടോ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പുകയെടുപ്പൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. കുറച്ച് സ്റ്റോർ റൂമുകളും ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ റൂം. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് സൗകര്യങ്ങളെല്ലാം കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പുത്തൻ കണ്ടീഷനിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റെനോവേറ്റ് ചെയ്ത സമയത്ത് മാറ്റി ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് നമുക്കിതിനകത്തെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ അടുത്ത ബെഡ്റൂമിലേക്ക് എൻട്രൻസ് വരും. ഇതാണ് അടുത്തൊരു റൂം. ഇതിലായാലും കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കബോർഡ് ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പുത്തനാണ്. റീസെൻ്റ് ആയിട്ട് റെനോവേറ്റ് ചെയ്ത സമയത്ത് മാറ്റിയതാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 യൂണിറ്റായി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. മേളത്തെ നിലയിൽ ഈ കാണുന്ന പോലെ ലിവിങ് സ്പേസ്. ഇത് നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് വരും. ഇവിടെയും ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ നനയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഇവിടെ നിന്ന് താഴെ വരേക്കും റൂഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറത്തുനിന്നുള്ള സ്റ്റെയർ കയറി വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻട്രൻസ് വരാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. മേളത്തെ നിലയിൽ 2 ബെഡ്റൂംസാണ് വരുന്നത്. ആ ബെഡ്റൂം ഹൈലൈറ്റ് ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ. കയറുമ്പോൾ തന്നെ നല്ലൊരു പ്ലസന്റ് ഫീലിംഗ് ആണ്. അകത്തുള്ള ലൈറ്റിങ്ങും കളേഴ്സും എല്ലാം കാണുമ്പോൾ തോന്നുന്നത്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ്. അപ്പോൾ കമോഡായാലും പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ശരിക്കും അങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ ഒരു ഫുള്ളായിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണി സ്പേസ് പോലെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഇങ്ങനെ കേർട്ടനെല്ലായിട്ട് ഇതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുതൊട്ട് ഇത്രയും നമ്മുടെ ബെഡ്റൂം സ്പേസ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിൽ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ ബാൽക്കണി സ്പേസിലേക്ക് താഴേക്കും ഇറങ്ങാൻ സാധിക്കും. എങ്ങനെ വെച്ചാൽ താഴത്തെ നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെയൊക്കെ മേളിലേക്കുള്ള സ്പേസിൽ ഇറങ്ങി വരാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 3.5 കോടി രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ കല്ലാട്ടുമുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് പ്രോപ്പർട്ടി. ഏകദേശം 15 സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ സ്ഥലവില തന്നെ ഏകദേശം സെൻറ്റിന് 30 രൂപേനടുത്തുള്ള പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വീടിന് വലുതായിട്ടുള്ളൊരു റേറ്റ് വരുന്നില്ല. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.